Hello friends, welcome back to the brand new episode of EduTech. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് എഡിറ്റിംഗ് പരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ KineMaster എന്ന ആപ്ലിക്കേഷനെ പറ്റി ഇന്ന് നമ്മൾ ഒത്തിരി ആളുകൾക്ക് ഒത്തിരി പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു മീഡിയ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഒരു പരിഹാരമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് KineMaster എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ എങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ KineMaster എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നതും ഈ KineMasterലൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാട്ടുകൾ ആയിട്ടായിരിക്കും വീഡിയോസ് ചെയ്യേണ്ടാവുക. അത് തന്നെ കുറച്ച് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കട്ട് ചെയ്യണം എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടെന്നല്ലോ. ഇപ്പോൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഇനി ആദ്യമായിട്ട് തന്നെ ഇതിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ 3 റേഷ്യോസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ 9:16 എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടുള്ളതാണ്. 1:1 ഇൻസ്റ്റഗ്രാമിനും 16:9 നമ്മുടെ യൂട്യൂബിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 16:9 എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു ഇൻ്റർഫേസ്, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കുറേ ബ്ലാങ്കറ്റ് കിടക്കുന്നുണ്ടാവും. ഇത് കണ്ടെങ്കിൽ പഠിക്കുന്നതിലുള്ള വളരെ സിമ്പിളാണ് സംഭവങ്ങൾ. അപ്പോൾ ഇതിനകത്ത് തന്നെ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ എടുത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ മേളിൽ മീഡിയ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ മീഡിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ ഓപ്പൺ ക്യാമറയിലാണ് വീഡിയോസ് എടുത്തത്. ഓപ്പൺ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ ഞാൻ എടുത്ത വീഡിയോസ് ഇവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തത് ഇങ്ങനെ കുറേ പാട്ടായിട്ടാണ് ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ആ ഷൂട്ട് ചെയ്ത പാർട്സൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക. അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ടിക്ക് ബട്ടൺ ഉണ്ടാവും, ടിക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാ വീഡിയോസും ഇവിടേക്ക് ഇമ്പോർട്ട് ആവുന്നതായിരിക്കും. ഫുൾ വീഡിയോസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നമുക്ക് കൂട്ടണം. സൗണ്ട് കൂട്ടാനായിട്ട് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ വോയിസിൻ്റെ ഇതുണ്ടാവും. അതിനകത്ത് 100% കിടക്കണം. അത് നമുക്ക് 200% ആയി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള സൗണ്ട് കുറച്ചുകൂടെ ഡബിളായിട്ട് കൂടുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ സൗണ്ടിൽ ക്വാളിറ്റി ഉണ്ടാവും. അതിനുശേഷം നമ്മളിങ്ങനെ നീക്കി കഴിയുമ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കിടക്കുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞായിട്ട് നമ്മൾ ക്യാമറ ഓഫ് ചെയ്യാൻ പോകുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കത്രിക എടുക്കുക. കത്രിക കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ട്രിം ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ട്രിം ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഭാഗം നമുക്ക് കട്ട് ചെയ്ത് പോകുന്നതാണ്. അത്തരം ഭാഗം ഇപ്പോൾ കട്ട് ചെയ്ത് പോയി, അതിന് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വീഡിയോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇവിടെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അനിമേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ 2 വീഡിയോ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ ഇതിനൊരു ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒത്തിരി അനിമേഷൻസ്, ഇത് മൊത്തം അനിമേഷൻസ് ആണ്. ഞാനിപ്പോൾ ക്രാക്ക്ഡ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി വേർഷൻസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി അനിമേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ KineMaster ആണ് യൂസ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ അവരുടെ വാട്ടർമാർക്ക് വരുന്നതായിരിക്കും. അതായിരിക്കും കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. അതല്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്ത ശേഷം പൈസ കൊടുക്കാനില്ലെങ്കിൽ സെർച്ച് ചെയ്ത ശേഷം ചെയ്യുന്നത് നമുക്ക് ക്രാക്ക് ചെയ്ത വേർഷൻസ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഒത്തിരി അനിമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഒരു അനിമേഷൻസ് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റൽ കർട്ടൻ അല്ലെങ്കിൽ നമുക്ക് ക്രോസ് ലൈൻ എന്ന് പറയുന്ന അനിമേഷൻ ഇവിടെ കൊടുത്തു വെക്കാം. അപ്പോൾ ഒത്തിരി ക്രോസ് ലൈൻ എന്ന് പറയുന്ന അനിമേഷൻ ഉണ്ട്. അവിടെ നമ്മൾ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ടിക്ക് കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇതായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനൊരു അനിമേഷൻ ഇങ്ങനെ ആയിരിക്കും നമുക്ക് അനിമേഷൻ വരിക. നമുക്ക് അനിമേഷൻ്റെ കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇത് കളയാം. അപ്പോൾ എങ്ങനെ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം, എങ്ങനെ വീഡിയോ കട്ട് ചെയ്യാം, സൗണ്ട് എങ്ങനെ കൂട്ടാം, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് KineMaster ഉപയോഗിച്ച് എങ്ങനെ വീഡിയോസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ കട്ട് ചെയ്യാം, പിന്നെ അതിൻ്റെ വോയിസ് എങ്ങനെ കൂട്ടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണാൻ വരെ ഇറ്റ്സ് മീ EduTech സൈനിങ് ഓഫ്.